ചിക്കൻ ഉണ്ടാക്കാൻ കുറച്ച് വലിയ ഉള്ളി, ചെറിയ ഉള്ളി, ഒരു പിടി ചെറിയ ഉള്ളി ഒക്കെ ഇട്ട് ഇത് ഇട്ട് അരക്കും. ചെറിയ ഉള്ളി, ഉലുവ, വലിയ ജീരകം പൊട്ടിക്കുക, ചെറിയ ഉള്ളി, സവാള അരച്ചത് ചേർക്കും. ഇത് കുറച്ചു നേരം വറുത്തി കൊടുക്കണം അല്ലേ? അത് ഞാൻ അങ്ങനെ അല്ല, കുറച്ചു നേരം. തക്കാളി അരക്കണം, 3 തക്കാളി. ബാക്കി മുളകുപൊടി നമ്മൾ വണക്കണേരുള്ളൂ. അത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. ചൂടെടുക്കുന്നോണ്ട് തന്നെ ആന്റി വീശിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി അരച്ചത് ചേർക്കും. ഉള്ളി അരച്ചത് നല്ലോണം ആക്കിയെടുത്തു. അതിലേക്ക് ഞാൻ തക്കാളി ആക്കി എടുത്ത് അരച്ചൊഴിച്ചു. അത് നല്ലോണം ആയ ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി ഒക്കെ അരച്ചത് എനിക്ക് ചേർത്തു. മക്കൾക്ക് ഒന്നും ഇങ്ങനെ പെറുക്കി ഇടുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇതിനൊക്കെ ഒക്കെ അരച്ച് ചേർക്കും. അപ്പൊ അത് അവരുടെ വയറ്റിലും പെടും, അരച്ച് ടേസ്റ്റും വ്യത്യാസം വരും. അപ്പൊ പറക്കി ഇനി ഇതിലേക്ക് ലേശം കൂടെ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ കുറച്ച് നമ്മളിപ്പോ ചിക്കനിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ ബാക്കി കാരണം അതിന്റെ ആ പച്ചപ്പ് കളറാണ്. കുറച്ച് മഞ്ഞപ്പൊടി, ഇനി അതിന്റെ പച്ചമണം പോകും വരെ നമ്മൾ ചിക്കനിൽ മൊത്തം പിടിക്കണം. എന്നിട്ട് ഒരല്പം തിളപ്പിച്ചാറ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിടിച്ചില്ല, നല്ലോണം ചിക്കനിലേക്ക് മൊത്തം പിടിച്ചു. കുറച്ച് കറിയിലേക്ക് ഞാൻ ഇതിലിട്ട് കൊടുക്കുകയാണ് മല്ലി നല്ല പുനുപുനാ പൊട്ടിച്ചങ്ങോട്ട് ഇടുക. പുതിന എത്ര ഗ്രേവി വേണോ ആ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. ഇനി ചിക്കൻ കറി എന്ന് ഞാൻ പറയുന്നത് നമുക്ക് മറ്റുള്ളവരുടെ അറിയില്ല കേട്ടോ. കഴിച്ചു നോക്കിട്ട് വിസിലിട്ട് കൊടുക്കും കേട്ടോ. ചിക്കൻ ഓപ്പൺ ആക്കി എടുത്തു. കറി കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഒരു ടച്ചിന് വേണ്ടി ഇച്ചിരി മല്ലിയലി, ഇച്ചിരി കറിവേപ്പില. ചിക്കൻ കറിയും റെഡി.